ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 കെമിസ്ട്രി ചാപ്റ്റർ 4 മോൾ കൺസെപ്റ്റ്, ഗ്യാസ് ലോസ്. ഇപ്പൊ ഏകദേശം സ്കൂളിൽ മോളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അയ്യോ മോള് എന്നൊക്കെ പറയുമ്പോൾ പലർക്കും കണക്കുകൾ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ടാവും. എന്റെ സീരിയസ്നെസ് അത് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോള് ഡിസ്കസ് ചെയ്യുന്നില്ല, അത് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും. അപ്പൊ കഴിഞ്ഞ ഒരു സീരീസിൽ 5 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വീഡിയോ നമുക്ക് ആന്റി മോളിക്കുലർ തിയറി ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് വീഡിയോയിൽ ബോയ്സ് ലോയും, തേർഡ് വീഡിയോയിൽ അതിന്റെ പ്രോബ്ലംസ്, ചാൾസ് ലോയിൽ, ഫോർത്ത് വീഡിയോ ചാൾസ് ലോയിൽ, ഫിഫ്ത്ത് വീഡിയോയിൽ അതിന്റെ പ്രോബ്ലംസ്, ന്യൂമറിക്കൽസ് വെരി ഇമ്പോർട്ടന്റ് ആണ്, നോക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവഗാഡോസ് ലോയും അതുപോലെ തന്നെ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനും. അത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഇതിന്റെ പ്രോബ്ലംസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യില്ല, അത് നെക്സ്റ്റ് വീഡിയോയിൽ ന്യൂമറിക്കൽസ് നമ്മൾ ഇത് മുന്നേ ചെയ്ത പോലെ. ഓക്കെ, അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ തുടർന്നുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിലെ മെമ്പേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ഇന്ന് നമ്മൾ അവഗാഡോസ് ലോ ആണ് ഫസ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക അവഗാഡോസ് ലോ എന്താ ഉള്ളത്, ജസ്റ്റ് ഒരു സെന്റൻസ് അല്ലേ ഉള്ളൂ ടെക്സ്റ്റിൽ എന്നുള്ളത്. പക്ഷെ പരീക്ഷയ്ക്ക് നമുക്ക് പ്രോബ്ലം വരുന്നത് അവഗാഡോസ് ലോനെ ബേസ് ചെയ്തുകൊണ്ടും അതുപോലെ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടും ആയിരിക്കും. കൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾ മുന്നേ മനസ്സിലാക്കി വെച്ച കാര്യവും ഇതും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ ആയിരുന്നോ പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ തുടർന്ന് വന്ന ക്ലാസ്സുകളൊക്കെ നമ്മൾ കണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. NPTV. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു ടിവിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ പഠിച്ചു പോകാൻ. NPTV. ഇവിടെ N എന്തിനാണ് സൂചിപ്പിക്കുന്നത്? N സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് മേ ബി ആറ്റംസ് ഓർ മോളിക്യൂൾസ്. ഓക്കെ, P എന്തിനാണ് സൂചിപ്പിക്കുന്നത്? P പ്രഷർ. ഓക്കെ, പ്രഷർ. T എന്തിനാണ് സൂചിപ്പിക്കുന്നത്? T ടെമ്പറേച്ചർ. ഓക്കെ, ആൻഡ് V ഈസ് നോൺ ആസ് വോളിയം. അപ്പൊ ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ട് കാര്യം കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിട്ട്, അതായത് 2 കാര്യം മാറാൻ പാടില്ല, ബാക്കി 2 മാറാം. അപ്പോഴാണ് ഓരോ ലോയും ഉണ്ടാവുന്നത്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ കണ്ടതാണ്. ഉദാഹരണമായിട്ട് ബോയ്സ് ലോയിൽ നമ്മൾ ഇതിനകത്ത് 2 പേരെ കോൺസ്റ്റന്റ് ആക്കി നിർത്തി. ബോയ്സ് ലോ എന്താണ്? വോളിയം പ്രഷറും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്. ഫിക്സ്ഡ് മാസും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ബോയ്സ് ലോ. ഇത് നമ്മൾ പഠിച്ചു. ഇനി ചാൾസ് ലോയില് ഇതേപോലെ നമ്മൾ എന്തിനെ കോൺസ്റ്റന്റ് ആക്കി? പ്രഷറിനെയും നമ്പർ ഓഫ് മോൾസിനെയും കോൺസ്റ്റന്റ് ആക്കി. അതായത് നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആണ്, പ്രഷർ കോൺസ്റ്റന്റ്. സ്വാഭാവികമായിട്ട് ബാക്കി 2 ടെമ്പറേച്ചറോ വോളിയമോ. നമ്മൾ പറയും V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, എന്നാൽ ഇതിന്റെ അർത്ഥം, ഇവിടെ അർത്ഥം V വോളിയം ഇൻക്രീസ് ചെയ്യും, പ്രഷർ കുറയും, 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല, വോളിയം ഇൻക്രീസ് ചെയ്യും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂടിയ വോളിയം ഇൻക്രീസ് ചെയ്യും. ഇതാണ് നമുക്ക് നിലവിൽ അറിയാവുന്ന 2 കാര്യങ്ങൾ, അല്ലേ? ഇനി എന്റെ ചോദ്യം, ഇപ്പൊ ഞാൻ ഇതിനകത്ത് 2 പേരെ കോൺസ്റ്റന്റ് ആക്കി 2 പേരെ സ്റ്റേബിൾ ആക്കി നിർത്തിയല്ലോ. അതുപോലെ എനിക്ക് ഇനിയും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ എന്തൊക്കെ ഞാൻ കോൺസ്റ്റന്റ് ആക്കി? ഇപ്പൊ ഞാനിവിടെ NPTV. ഓക്കെ, ഇയാളെല്ലാത്തിലും ഉണ്ട്, അല്ലെ? വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പൊ ഇയാൾ ഒഴിവാക്കും. ബാക്കി 2 പേരെ ഞാൻ എങ്ങനെയൊക്കെ എടുത്തു? ഒന്ന്, ഫസ്റ്റ് കേസിൽ ഞാൻ നമ്പർ ഓഫ് മോൾസും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആക്കി. ഇത് 2 കോൺസ്റ്റന്റ് ആക്കി. ഓക്കെ, സെക്കൻഡ് കേസിൽ ഞാൻ എന്ത് ചെയ്തു? ഇതും കോൺസ്റ്റന്റ് ആക്കി. ഓക്കെ, ക്ലിയർ? ഇനി എനിക്ക് എന്ത് കോൺസ്റ്റന്റ് ആക്കാൻ പറ്റും? ഇനി എനിക്ക് പറ്റുന്നത് ഈ N അവിടെ നിർത്തുക, ഇവർ 2 പേരും കോൺസ്റ്റന്റ് ആക്കുക. അതായത് നോ ചേഞ്ച് ഇൻ പ്രഷർ, നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. പ്രഷറും മാറ്റം പറ്റുന്നില്ല, ടെമ്പറേച്ചർ മാറ്റം പറ്റുന്നില്ല. പകരം ഞാൻ എന്ത് മാറ്റം വരുത്തുന്നു? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മാറ്റം വരുത്തുന്നു. ഉദാഹരണമായിട്ട് ഞാനൊരു ബലൂൺ എടുത്തിട്ട് ഞാൻ ഊതുകയാണ്. ഇനി ഊതുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടിക്കൊണ്ടിരിക്കും. ബട്ട് ഞാൻ ഊതുന്ന സമയത്ത് പ്രഷറും കൂടുന്നില്ല, ടെമ്പറേച്ചറും കൂടുന്നില്ല. ബിക്കോസ് ഞാൻ ഒരു പ്രത്യേക സാഹചര്യം, അറ്റ്മോസ്ഫിയർ പ്രഷർ, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ നിന്നിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോ ആ ഒരു സാഹചര്യത്തില് എന്തൊക്കെ കോൺസ്റ്റന്റ് ആണ്? പ്രഷർ കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഓൺലി ഡിഫറൻസ് ഇൻ N, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. വളരെ ഈസിയാണ് മക്കളെ. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബലൂണിന്റെ വോളിയം എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോ 4ാമത്തെ ആളായ വോളിയവും ഈ N തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N. അപ്പോ ഇങ്ങനെ ഒരു ലോ വന്നുകൂടെ? വരാം. അതിന്റെ പേരാണ് അവഗാഡോസ് ലോ. കണ്ടോ? വെരി ഈസി അല്ലേ? ഓക്കെ,
അപ്പൊ ഓരോ ലോ പഠിക്കുമ്പോഴും അവിടെ എന്താണ് കോൺസ്റ്റന്റ്, എന്തിനു മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ബോയ്സ് ലോ പഠിക്കുമ്പോൾ നമ്മൾ എന്തിനാ മാറ്റം വരുത്താൻ പാടില്ല? ബോയ്സ് ലോ എന്ന് പറഞ്ഞാൽ ഈ 4 പേരിൽ വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പോ നമ്പർ ഓഫ് പാർട്ടിക്കിളും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കണം, വ്യത്യാസം വരാൻ പാടില്ല. ചാൾസ് ലോ വരുമ്പോൾ നേരെ തിരിച്ചായി, വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ ഈ ആദ്യത്തെ 2 പേര് നമ്പർ ഓഫ് പാർട്ടിക്കിൾസും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് ഇനി ഒരു കോമ്പിനേഷൻ ബാക്കിയുണ്ട്. അതായത് പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആക്കി നിർത്തുകയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോളിയം തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും. അപ്പോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. അതായത് ബലൂണിൽ നിങ്ങൾ പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂട്ടിയാൽ ബലൂണിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് അവഗാഡോസ് ലോ. മനസ്സിലായോ? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓഫ് ഗ്യാസസ്. കിട്ടിയോ? ഇൻ ദ കണ്ടീഷൻ എന്താണ്? അറ്റ് ഫിക്സ്ഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. പ്രഷറും ടെമ്പറേച്ചറും വ്യത്യാസം വരാൻ പാടില്ല. മനസ്സിലായോ? ടെമ്പറേച്ചർ കൂടിയാൽ സംഭവിക്കും സ്വാഭാവികമായിട്ട് എന്താണ് വോളിയം ഇൻക്രീസ് ചെയ്യും. പ്രഷർ കൂടിയാലോ വോളിയം ഡിക്രീസ് ചെയ്യും. അത് അവിടെ സംഭവിച്ചിരിക്കും. പക്ഷെ അത് 2 കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിട്ട് നിങ്ങൾ പാർട്ടിക്കിൾസിന്റെ എണ്ണം മാത്രം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാൽ വോളിയം എന്താവും? ഇൻക്രീസ് ആവും എന്ന് പറയുന്ന ലോ ആണെന്ത്? അവഗാഡോസ് ലോ. ഇൻ വൺ വേ, ഒരു രീതിയിൽ മാത്രമേ ഒന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോ അവഗാഡോസ് ലോ ക്ലിയർ ആയല്ലോ. ഡെഫിനിഷൻ ഒക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോ ഇതിനകത്ത് ഈ ബോയ്സ് ലോയും ചാൾസ് ലോയും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ഒരു ഇക്വേഷൻ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ പഠിക്കും. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവഗാഡോസ് ലോ ആണ്. അവഗാഡോസ് ലോ ബേസിക്കലി സേ ദാറ്റ് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. നിങ്ങൾ പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ വോളിയം ഇൻക്രീസ് ചെയ്യും. ദാറ്റ്സ് ഓൾ ക്ലിയർ. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷൻ മൈൻഡിൽ വെക്കുക. എന്താണ് കോൺസ്റ്റന്റ് ആക്കി നിർത്തേണ്ടത്? അറ്റ് ഫിക്സ്ഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, അപ്പൊ ഈ വാക്ക് മനസ്സിലേക്ക് ഒന്ന് കേൾക്കാം. ഏതാണ് ആ വാക്ക്? സെയിം പ്രഷർ ആൻഡ് സെയിം ടെമ്പറേച്ചർ. ഓക്കെ, സെയിം പ്രഷർ ആൻഡ് സെയിം ടെമ്പറേച്ചർ. ഈ വാക്ക് മനസ്സിലേക്ക് വരണം കേട്ടോ. സെയിം പ്രഷർ ആൻഡ് സെയിം ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കും നിൽക്കുമ്പോ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇപ്പൊ നമ്മൾ നേരത്തെ മുൻ ഫോർമുലാസ് എല്ലാം കണ്ട പോലെ ഇത് കളയാൻ വേണ്ടിയിട്ട് സാർ ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് വിളിക്കണം. കോൺസ്റ്റന്റ് ഇൻറ്റു എൻ. ക്ലിയർ? അപ്പൊ സ്വാഭാവികമായിട്ടും n താഴേക്ക് വരും. അപ്പോ v ബൈ n ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, നമ്മൾ ബോയ്സ് ലെവൽ ഇതുപോലെ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? v ഡയറക്റ്റ് ടു 1 ബൈ p, p ഇങ്ങോട്ട് എടുത്തു, pv ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. എന്നിട്ട് നമ്മൾ അവിടെ പറഞ്ഞു p1 v1 ഇസ് ഈക്വൽ ടു p2 v2. ഓക്കെ, ഇതുപോലെ ചാൾസ് ലോയിൽ നമ്മൾ പറഞ്ഞു v ഡയറക്റ്റ് ടു t and t താഴേക്ക് എടുത്തു, v ബൈ t ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു v1 by t1 is equal to v2 by t2. Similarly, ഇവിടെ നമുക്ക് എന്ത് പറയാം? v1 by n1 equal to v2 by n2. This is Avogadro's law. Okay, കിട്ടിയ? അപ്പൊ Avogadro's law says that the volume of a given mass of gas is directly proportional to the number of particles under same pressure and same temperature. Okay, അല്ലെങ്കിൽ അറ്റ് ഫിക്സ്ഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നോ ചേഞ്ച് ഇൻ പ്രഷർ, നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതാണ് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? യെസ്. ഇനി വേറൊരു കാര്യം കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവഗാഡ്രോസ് ലോ അങ്ങനെ മാത്രമല്ല ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതാണ് അവഗാഡ്രോസ് ലോയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കാം എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സാർ ഇവിടെ നൈട്രജൻ ഗ്യാസ് എടുത്തു. ഒരു പാത്രത്തില് നൈട്രജൻ ഗ്യാസ് എടുത്തു. ക്ലിയർ? ഓക്കെ, അത്രയും തന്നെ വലിപ്പമുള്ള മറ്റൊരു പാത്രത്തില് സാറ് ഹൈഡ്രജൻ ഗ്യാസ് എടുത്തു. ക്ലിയർ? ഓക്കെ, അപ്പോ ഇതിന്റെ രണ്ടുപേരുടെ വോളിയം എന്ന് പറയുന്നത് ഇതൊരു 20 ലിറ്റർ ഉണ്ട്, ഇതും ഒരു 20 ലിറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് ഈക്വൽ വോളിയം ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പറ്റൂലേ? കാരണം ഗ്യാസിന് ഫിക്സ്ഡ് വോളിയം ഇല്ല. ഇറ്റ് അറ്റൈൻ ദ ഷേപ്പ് ഓഫ് ദ
കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് സ്റ്റോർഡ്, അല്ലെങ്കിൽ ഇറ്റ് അറ്റൈൻ ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസ് ഇതിനകത്ത് നിറഞ്ഞിരിപ്പുണ്ട്, ഇതിനകത്ത് നിറഞ്ഞിരിപ്പുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഹൈഡ്രജൻ ചെറുതാണ്, ഹൈഡ്രജൻ വലുതാണ്. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1, ഹൈഡ്രജൻ 7 ആണ്. ഉദാഹരണം ഇത് മുന്തിരിയും ഇത് ഓറഞ്ചും ആണ് കാര്യം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് 2 പാത്രം തന്നിട്ട് ഇതിനകത്ത് നിറച്ച് മുന്തിരിയും ഇതിനകത്ത് നിറച്ച് ഓറഞ്ചും ഉണ്ട് എന്ന് വിചാരിക്കും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണെ ഏറ്റവും കൂടുതൽ എണ്ണ ഏതായിരിക്കും എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആൻസർ പറയാ മുന്തിരിയാണ് സാറേ. കാരണം മുന്തിരി ചെറുതല്ലേ, ചെറിയ മുന്തിരിയല്ലേ, അപ്പൊ കുറെ എണ്ണ ഇതിനകത്ത് കൊള്ളു. ഇത് വലിയതല്ലേ, ഓറഞ്ച് വലുതല്ലേ, അപ്പൊ കുറച്ച് എണ്ണം കൊള്ളു. പക്ഷെ അവഗാഡോസ് ലോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടെമ്പറേച്ചർ സെയിം ആണ്, പ്രഷർ സെയിം ആണ് എങ്കിൽ, സെയിം വോളിയം ആണ് എങ്കിൽ ഇതിനകത്തുള്ള പാർട്ടിക്കലിന്റെ എണ്ണവും സെയിം ആയിരിക്കും. അതായത് നൈട്രജൻ 10,000 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കും, ഹൈഡ്രജന്റെ മോളിക്കൂളും 10,000 എണ്ണം തന്നെയാണ്. അതെങ്ങനെയാണ്? അതാണല്ലോ. അപ്പൊ അവഗാഡോസ്, വെറുതെ മറ്റേത് പറയുകയാണെങ്കിൽ എല്ലാവർക്കും പറഞ്ഞുവിടെ. അവഗാഡോസ് ലോ പറഞ്ഞ പ്രത്യേകത എന്താണ്? ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. മനസ്സിലായോ? ഒന്നുകൂടി പറയാം സാർ. ഈക്വൽ വോളിയം, അത് മനസ്സിലായല്ലോ. 2 പേർക്കും 20 ലിറ്റർ. ഡിഫറെന്റ് ഗ്യാസ് അല്ല, ഇത് നൈട്രജൻ ആണ്, ഇത് ഹൈഡ്രജൻ ആണ്, വേറെ വേറെ ഗ്യാസ് അല്ലേ, സെയിം ഗ്യാസ് അല്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ദ സൈസ്, അതായത് ഇത് വലുതാണോ ചെറുതാണോ അതൊന്നും ഇവിടെ ബാധകല്ല. ഈക്വൽ വോളിയം ആണോ അത് മാത്രമാണ്. ഈക്വൽ വോളിയം ആണോ, 2 പേർക്കും തുല്യ വോളിയമാണോ? ഓക്കെ, തുല്യ വോളിയമാണ്. ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ്, ഇറ്റ് മേ ബി നൈട്രജൻ, ഓക്സിജൻ, whatever it may be, what size it may be, equal volume of all gases under same temperature, same pressure, contain ഉണ്ടാകും same number of molecules. This is Avogadro's law. ഇതാണ് അവഗാഡ്രോസ് ലോ. മറ്റേതും അവഗാഡ്രോസ് ലോ. ഇത് അവഗാഡ്രോസ് ലോന്റെ വേറൊരു രൂപം. ഓക്കെ, അപ്പൊ ഇത്രയാണ് മക്കളെ മനസ്സിലാക്കേണ്ടത്. 2 പാത്രം ഉണ്ട്, 2 പാത്രം തുല്യ വോളിയമാണ്. 2 പാത്രത്തിൽ ഒരേ ഗ്യാസ് തന്നെ ആവണമെന്നില്ല, വേറെ വേറെ ഗ്യാസ് ആണ്. ഒരാൾ ഹൈഡ്രജൻ, ഒരാൾ ഹൈഡ്രജൻ, ഒരാൾ വലുതാണ്, ഒരാൾ ചെറുതാണ്. വലുതാണോ ചെറുതാണോ എന്നുള്ളത് ഇവിടെ ഒരു പ്രശ്നമേ അല്ല. മനസ്സിലായോ? നിങ്ങളുടെ ക്ലാസ്സിൽ 50 കുട്ടികൾക്ക് ഇരിക്കാം എന്ന് പറയുമ്പോൾ പൊക്കം കൂടിയതാണോ പൊക്കം കുറഞ്ഞതാണോ നോക്കിയിട്ടാണോ? അല്ല, സീറ്റ് നോക്കിയിട്ടാണ്. നിങ്ങൾ സിനിമ ഹാളിൽ ചെല്ലുമ്പോൾ പൊക്കം കൂടിയാക്ക് പൊക്കം കുറഞ്ഞാക്ക് അങ്ങനെയാണോ? എല്ലാവർക്കും ഒരേ സീറ്റാണ്. അവിടെ 100 സീറ്റ് ഉള്ളെങ്കിൽ 100 എണ്ണം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ തിയേറ്ററിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 ആണ്. നിങ്ങൾ വലുപ്പമുള്ളതാണെങ്കിൽ ചെറുതാണെങ്കിലും പൊക്കം കൂടിയാലും പൊക്കം കുറഞ്ഞതാണെങ്കിലും 100 ആണ്. കിട്ടിയോ? അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് നൈട്രജൻ എന്ന് പറഞ്ഞ ഗ്യാസ് വലുതാണോ ചെറുതാണോ അതൊരു അതൊന്നും മൈൻഡ് ചെയ്യണില്ല. ഹൈഡ്രജൻ ചെറുതാണോ അതൊന്നും മൈൻഡ് ചെയ്യണില്ല. നൈട്രജനും ഹൈഡ്രജൻ ഒരേ വോളിയമാണോ ആണെങ്കിൽ, 2 പേരും നിൽക്കുന്നത് ഒരേ ടെമ്പറേച്ചറിലാണോ ആണെങ്കിൽ, 2 പേരും നിൽക്കുന്നത് ഒരേ പ്രഷറിലാണോ ആണെങ്കിൽ 2 പേരിലും തുല്യ എണ്ണം പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇവിടെ എത്ര ആൾക്കാരുണ്ട് അത്ര തന്നെ അവിടെ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു മോൾ ഉണ്ട്. ഒരു മോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും 6.022 into 10⁻23 പാർട്ടിക്കിൾസ്. സപ്പോസ് ഒരു മോൾ നൈട്രജൻ ആണ് ഇതിനകത്തുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെയും ഒരു മോൾ ഉണ്ടാവും. 6.022 into 10⁻23 എന്താണ് ഹൈഡ്രജൻ പാർട്ടിക്കിൾസ്. 1 മോൾ എന്ന് പറഞ്ഞൊരു സംഖ്യയാണ്. മോളിനെ കുറിച്ച് സാർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മോള് നമുക്ക് ഇനി അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ് കേട്ടാ. നമ്മളിട്ട് വട്ടം കിടക്കുന്ന സാധനമാണ്. ഇപ്പൊ ഇത്ര എന്താ എല്ലാവർക്കും ഇതറിയാത്ത ഒരാളുണ്ടാവില്ല. ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും എണ്ണമാണ്. ഹൈഡ്രജൻ ഇത്ര എണ്ണം ഉണ്ടെങ്കിൽ അത് ഒരു മോൾ എന്ന് പറയും, നൈട്രജൻ ഇത്ര എണ്ണം ഉണ്ടെങ്കിൽ അത് ഒരു മോൾ നൈട്രജൻ എന്ന് പറയും. അപ്പൊ എന്റെ ചോദ്യം എത്ര വോളിയം ഉണ്ടാവും? അതാണ് ഞാൻ, എത്ര വോളിയം ഉണ്ടാവും? ആ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും. എത്രയായിരിക്കും? 22.4 ലിറ്റർ. മനസ്സിലായോ? അപ്പൊ അതെന്താണ്? അത് 1 അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താണ്, ടെമ്പറേച്ചർ എന്താണ്, റൂം ടെമ്പറേച്ചർ ആയിരിക്കും. മനസ്സിലായോ? STP എന്ന് പറയും, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് STP. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഇപ്പൊ നേരത്തെ ഒന്നുകൂടി പറഞ്ഞോക്കെ. ഈക്വൽ വോളിയം 22.4 ലിറ്റർ, 22.4 ലിറ്റർ, 22.4 ലിറ്റർ നൈട്രജനും 22.4 ലിറ്റർ ഹൈഡ്രജനും ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ വോളിയംസ് ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ അണ്ടർ STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. 2 പേരും സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണ്. കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്.
അത് 22.4 ലിറ്റർ ഉണ്ടെങ്കിൽ അതിനകത്ത് 1 മോൾ ഉണ്ടാവും. അതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ഫൈൻഡിങ്. 22.4 ലിറ്റർ ഏതൊരു ഗ്യാസിലും എന്തുണ്ടാവും? 1 മോൾ പാർട്ടിക്കിൾ ഉണ്ടാവും. അതായത് എണ്ണം 6.022 into 10⁻²⁵. We called it as Avogadro number, Na. കേട്ടോ? അപ്പൊ എന്താണ് അവഗാഡ്രോസ് ലോ? ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതാണ് എന്ത് അവഗാഡ്രോസ് ലോ. ക്ലിയർ ആണോ? യെസ്. അപ്പൊ സാർ ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ എഴുതുകയാണ്. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാം കേട്ടോ. ന്യൂമറിക്കലല്ല, ജസ്റ്റ് ഒരു കാര്യം എഴുതുക. നോക്കൂ, ഇപ്പോ 50 ml ഓഫ് ഹൈഡ്രജൻ. ഇവിടെ ശ്രദ്ധിക്കണം, STP ആണ്, അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ സാർ ഇവിടെ കോൺസ്റ്റന്റ് ആക്കിയാണ് എടുത്തിരിക്കുന്നത്, മാറ്റം വരുത്തിയിട്ടില്ല. എടുത്തിരിക്കുന്ന ഹൈഡ്രജൻ വെറും 50 ml ഉള്ളൂ, അതിന്റെ വോളിയം 50 ml ഉള്ളൂ. അന്ന് ഞാൻ അതിനകത്ത് എത്ര പാർട്ടിക്കിളിന്റെ എണ്ണി നോക്കിയപ്പോ എനിക്ക് 100 എണ്ണം ഉണ്ട്. 100. വെറുതെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, 100 മോളിക്യൂൾസ് ഉണ്ട്. ഇതാണ് ഞാൻ കണ്ടെത്തിയ കാര്യം. അതായത് നിങ്ങളുടെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ട്, നിങ്ങളുടെ ലാബിൽ എന്നിട്ട് ഹൈഡ്രജൻ എടുത്ത് 50 ml എടുത്ത് എണ്ണി 100 മോളിക്യൂൾസ് ഉണ്ടെന്നായിരിക്കും. നിങ്ങളുടെ ലാബിലെ സിറ്റുവേഷൻ, അതായത് അപ്പുറത്തെ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ സെയിം ആണ്, അത് വ്യത്യാസം വരുന്നില്ല, കൂടുന്നില്ല കുറയുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, ഇതേ നിങ്ങൾ 50 ml ഓഫ് കാർബൺ മോണോക്സൈഡ് എടുത്താൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? ഇതാണ് ചോദ്യം. അപ്പൊ നമ്മുടെ അവഗാഡ്രോസ് ലോ അനുസരിച്ചിട്ട് ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ്, ഇത് 50 ml വോളിയം, ഇതും 50 ml വോളിയം, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സൈസസ്. അവർ ചെറുതാണോ വലുതാണോ എന്നുള്ളത് നോക്കിയിട്ടല്ല, ഈക്വൽ വോളിയം ആണോ, ടെമ്പറേച്ചർ പ്രഷർ ഈക്വൽ ആണോ, പാർട്ടിക്കിൾസിന് എണ്ണോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ എഴുതാൻ പറ്റും 100 മോളിക്യൂൾസ് ഉണ്ടാവും. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, 50 ml ഓഫ് സൾഫർ ഡയോക്സൈഡ്. അപ്പോഴോ സൾഫർ ഡയോക്സൈഡ് ഗ്യാസ്, സെയിം ആൻസർ 100. കാരണം ഇവിടെ നമ്മൾ ഇത് മാത്രം നോക്കുന്നുള്ളൂ, വോളിയം സെയിം ആണോ, വോളിയം സെയിം ആണോ, പാർട്ടിക്കിൾസ് ഉണ്ടോ, പാർട്ടിക്കിൾസ് ഇന്നോട്ടോ കേട്ടോ ഉണ്ടോ. ഓക്കെ, അടുത്തു 100 ml ഓഫ് H2. പറയാൻ പറ്റുമോ? തിങ്ക് 100 ml ഓഫ് H2. ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. 100 ml ഓഫ് H2. എടാ 50 ml 100 ഉണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ഇവിടെ വന്നില്ലേ, അപ്പൊ പാർട്ടിക്കിൾസിന്റെ ഇരട്ടി ഉണ്ട്, അപ്പൊ 200 മോളിക്യൂൾസ് ഉണ്ടോ. വെരി ഈസി. 50 ml 100 ഉണ്ടെങ്കിൽ 50ന്റെ ഇരട്ടി 100 ml, അപ്പൊ പാർട്ടിക്കിൾ ഇരട്ടിയാവും 200 ml. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 25 ml ഓഫ് കാർബൺ മോണോക്സൈഡ്. ഇപ്പൊ എന്ത് സംഭവിച്ചു പറയാൻ പറ്റും? എടാ 50 ml കാർബൺ മോണോക്സൈഡില് 100 ഉണ്ടെങ്കിൽ അതിന്റെ പകുതി, ഇത് പകുതിയായി 25 ml ആയി. അപ്പോ മോളിക്യൂൾസ് എത്ര ഉണ്ടാവും? 50. ഇതിന്റെ പകുതി ഉണ്ടാവും. ഈസി. അത്ര ഉള്ളടാ, വളരെ ഈസിയാണ്. ഇതൊക്കെ ഭയങ്കര സംഭവമായിട്ടൊന്നും കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ സാധനം. ഓക്കെ, അപ്പോ മക്കളെ അവഗാഡ്രോസ് ലോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലെ? അപ്പൊ അവഗാഡ്രോസ് ലോയിൽ പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാർ ഇവിടെ ഒന്നുകൂടി എടുത്ത് എഴുതുകയാണ്. ഓക്കെ, എന്താണ് മക്കളെ നമ്മൾ പറഞ്ഞത്? എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾ സെയിം ആണെങ്കിൽ വോളിയം എന്തായിരിക്കും? സെയിം. തിരിച്ചും മറിച്ചും പറയാം കേട്ടോ. ഓക്കെ, ഇനി വോളിയം സെയിം ആണെങ്കിലോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും സെയിം ആയിരിക്കും. ഓക്കെ, ഇത്രയും മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ, അത് കണ്ടീഷൻ പറയണം. STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കേട്ടോ. ഇപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 കെൽവിനും അതുപോലെ തന്നെ പ്രഷർ എന്ന് പറയുന്നത് 1 atm പ്രഷറും വേണം.
അതിനാണ് നമ്മൾ STP എന്ന് പറയുന്നത്. STP. ഓക്കെ, ഇതിന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഈ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താണ് ടെമ്പറേച്ചർ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഞാൻ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ ഏതാണെന്ന് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഇനി ഇങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് എങ്കിൽ 1 മോള് പാർട്ടിക്കിൾസ് എണ്ണം ഉണ്ടെങ്കിൽ വോളിയം നമുക്ക് ഈസി ആയിട്ട് പറയാം. വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ. വെരി ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചോളാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലായത്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ബേസിക്കലി അവഗാഡ്രോസ് ലോ സേസ് എന്താണ്? നിങ്ങൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്താൽ വോളിയം ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസ് ചെയ്താൽ വോളിയം ഡിക്രീസ് ചെയ്യും. സോ വോളിയം എന്ന് പറയുന്നത് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ പാർട്ടിക്കിൾ, നോട്ട് ഓൺ ദ സൈസസ്. മനസ്സിലായോ? നിങ്ങൾ ഒരു തിയേറ്ററിലേക്ക് പോകുന്നു, അവിടെ 200 സീറ്റ് ആണ് കപ്പാസിറ്റി. നിങ്ങൾ 100 സീറ്റ് ബുക്ക് ചെയ്താൽ ആ തിയേറ്ററിന്റെ വോളിയം 100 ബാക്കിയൊക്കെ ഒഴിഞ്ഞെടുക്കും. നിങ്ങൾ 150 ബുക്ക് ചെയ്താൽ 150. നിങ്ങൾ വലുതാണോ ചെറുതാണോ മുഖം കൂടിയതാണോ അതൊന്നും നമ്മുടെ ബാധകമല്ല. ഒരാൾക്ക് ഒരു സീറ്റ്, അത്രേ ഉള്ളൂ. അതുപോലെ വോളിയം എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് റെസ്പെക്റ്റീവ് ഓഫ് ദെയർ സൈസസ്, ബിക്കോസ് സൈസസ് ഇസ് വെരി സ്മോൾ ഇൻ ഗ്യാസ് സ്റ്റേറ്റ്. മനസ്സിലായോ? ക്ലിയർ? ദാറ്റ്സ് ഓൾ അബൌട്ട് അവഗാഡ്രോസ് ലോ. ഇനി നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. കുറച്ചും കൂടി ഒന്ന് ഈ ഭാഗങ്ങളൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാർ 1-2 എക്സാമ്പിൾ പറയും. അതും കൂടി ഒന്ന് നമുക്ക് ഓക്കെ. ക്ലിയർ? യെസ്. ഇതൊന്ന് മാച്ചോട്ടെ കേട്ടാ, ഇതൊന്ന് മാച്ചോട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പൊ മക്കളെ, നമുക്ക് ഹൈഡ്രജൻ ഓക്സിജനും ചേർന്ന് വെള്ളം ഉണ്ടാവുന്ന റിയാക്ഷൻ ഒന്ന് എഴുതാം. ഓക്കെ, നിങ്ങൾ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ ഇത് ബാലൻസ് ചെയ്യണം. അപ്പൊ ഇവിടെ ഓക്സിജൻ 2 ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളു. അപ്പൊ 2 ആക്കി. അപ്പൊ 2 ഓക്സിജൻ കറക്റ്റ് ആയി. പക്ഷെ ഹൈഡ്രജൻ ഇവിടെ 2, ഇവിടെ ഇപ്പൊ 4 ആയി. അപ്പൊ 2 ഹൈഡ്രജൻ ഉണ്ട്. അതായത് നിങ്ങളെ 2 മോൾസ് 2 മോള് ഹൈഡ്രജനും 1 മോൾ 1 മോള് ഓക്സിജനും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 2 മോൾ എന്താണ്? വാട്ടറാണ്. അപ്പൊ 2 മോള് ഹൈഡ്രജൻ എടുത്ത് 1 മോൾ ഓക്സിജനും എടുത്ത് കഴിഞ്ഞാൽ 2 മോൾ എന്ത് കിട്ടും? വാട്ടർ കിട്ടും. ഇതാണ് ഇതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ഇതാണ് സാർ ഹൈഡ്രജന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ശരിക്കും H2 2 വേണം അല്ലെ? ഞാനിപ്പോ ഒരു 3 എടുക്കുകയാണ് ഹൈഡ്രജൻ കേട്ടോ. ഇതാണ് എന്റെ ഹൈഡ്രജൻ. 2 3 4 5 6 കൊടുക്കാം. 6 ഹൈഡ്രജൻ എടുക്കും. ഓക്കെ, 3 സെറ്റ് വെച്ച് 2 2 2. ഓക്കെ, യെസ്. പ്ലസ് ഓക്സിജൻ. അപ്പൊ ഹൈഡ്രജൻ എന്തോരം ഉണ്ട്? അതിന്റെ പകുതി ഓക്സിജൻ. അപ്പൊ ഇത്ര വലിയ പാത്രം വേണ്ട, ചെറിയ പാത്രം മതി. പകുതി മതിയല്ലോ ഓക്സിജൻ. അപ്പൊ 1 2 3. ഓക്കെ, ഓക്സിജൻ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാറ് ഒരു ഇൻഡു കൂടി. ഇനി ഇത് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും എന്നുള്ളത് നോക്കാൻ പോകും. അപ്പൊ നമുക്കറിയാം H2ല് 2 ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്നുണ്ട്. അപ്പൊ ഇതും ഇതിനകത്ത് നിന്ന് ഒരു ഓക്സിജനും ചേർന്നു തന്നെയാണ്. അപ്പൊ എങ്ങനെ വരാം നോക്കട്ടാ. ഇത് 2 ആൻസർ. ഇത് എടുത്തു, ഇത് എടുത്തു. ഇതിന് ഒരു ഓക്സിജൻ എടുത്തു, ഇത് മൊത്തത്തിലെടുത്തു. ഒരു ഓക്സിജനെ വരച്ചു, ഒരു ഇൻഡു മാർക്ക് ഹൈഡ്രജൻ. ഓക്കെ, യെസ്. വീണ്ടും ഈ ഹൈഡ്രജൻ മോളിക്കൂൾ എടുത്തു, അടുത്ത ഓക്സിജൻ എടുത്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? വീണ്ടും ഈ ഹൈഡ്രജൻ മോളിക്കൂൾ എടുത്തു, ഇവിടുന്ന് ഒരു ഓക്സിജൻ എടുത്തു. ഓക്കെ, വീണ്ടും ഈ ഹൈഡ്രജൻ മോളിക്കൂൾ എടുത്തു, ഇവിടുന്ന് ഒരു ഓക്സിജൻ എടുത്തു. ഓക്കെ, വീണ്ടും ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ മോളിക്കൂൾ എടുത്തു, ഇവിടുന്ന് ഒരു ഓക്സിജൻ എടുത്തു. ഓക്കെ, വീണ്ടും ഇവിടെ ഒരു ഹൈഡ്രജൻ മോളിക്കൂൾ എടുത്തു, ഇവിടുന്ന് ബാക്കിയുള്ള ഒരു ഓക്സിജൻ എടുത്തു. ഇവിടെ എത്ര പാർട്ടികൾ ഉണ്ട്? 1 2 3 4 5 6 പാർട്ടികൾ. ഓക്കെ, ഇവിടെ എത്ര പാർട്ടികൾ? 1 2 3 പാർട്ടികൾ. ഇവിടെ എത്ര പാർട്ടികൾ ഉണ്ട്? 1 2 3 4 5 6 പാർട്ടികൾ. ഇത് എത്രയാണ്? 2 മോൾ. ഇത് എത്രയാണ്? 2 മോൾ. കണ്ടോ? അപ്പൊ ഇവിടെ വോളിയം സെയിം ആണ്, പാർട്ടിക്കിൾസിന്റെ എണ്ണവും സെയിം ആയിരിക്കും, ഒരേ വലിപ്പമുള്ള. കണ്ടോ?
നോക്കൂ, ഇതെന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണെങ്കിൽ ഇത് വാട്ടർ ആണ്. രണ്ടിലും സെയിം ആണ് പാർട്ടിക്കിളിന്റെ എണ്ണം. വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയാൻ? കിട്ടിയോ? അപ്പോ ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് വോളിയം. സിമിലർലി ഈക്വൽ വോളിയം ഓഫ് എന്താണ് ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് എന്താണ് പാർട്ടിക്കിൾസ് അറ്റ് ദി സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ക്ലിയർ? ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഹൈഡ്രജനും നൈട്രജനും ചേർന്ന് അമോണിയ ഉണ്ടാവുന്ന റിയാക്ഷനും ഇതേപോലെ എഴുതാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. അപ്പൊ ഇവരുടെ റേഷ്യോ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് 2:1:2 കണ്ടോ? അപ്പൊ ഇവിടെയും സെയിം വോളിയം തന്നെ കേട്ടോ. കിട്ടിയോ? ഇവിടെ സെയിം വോളിയം ആണ് വരുന്നത് കേട്ടോ. യെസ്, സെയിം പാർട്ടിക്കിൾ സെയിം ആണ്. ഇനി ഇതേപോലെ നമുക്ക് നൈട്രജനും ഹൈഡ്രജനും എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. നൈട്രജനും ഹൈഡ്രജന്റെയും എക്സാമ്പിൾ. നൈട്രജനും ഹൈഡ്രജൻ. ഓക്കെ. ഹൈഡ്രജൻ റിയാക്ട് വിത്ത് നൈട്രജൻ ടു ഫോം അമോണിയ NH3. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. അപ്പൊ ഇവിടെ നൈട്രജൻ രണ്ടെണ്ണം ഇവിടെ അപ്പൊ 2 ഇട്ട് സാർ നൈട്രജൻ ഹാപ്പി ആയി. പക്ഷേ ഹൈഡ്രജൻ എത്രണ്ണായി നോക്കിയാൽ 2 × 3 6 ഇവിടെ 2 ഉള്ളൂ. അപ്പൊ ഒരു 3 ഉണ്ട്. അപ്പൊ ഇവിടെ 3:1:2 ഈ രീതിയിലാണ് ഇതിന്റെ വോളിയം പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വോളിയം സെയിം അല്ല, ഡിഫറെന്റ് ആണ്. നോക്കിക്കോളൂ. ഇവിടെ ഞാൻ ഹൈഡ്രജൻ എടുത്തു. ഹൈഡ്രജൻ പ്ലസ് പകുതിയൊന്നുമല്ല, തീരെ ചെറുതാണ്. പകുതിയാണെങ്കിൽ 1.5 വരണ്ടേ? അപ്പൊ പകുതി അടയാളപ്പെടുത്താൻ പറ്റൂല എനിക്ക്. ഏകദേശം ഇത്രയും മതി. ആരാണ്? നൈട്രജൻ ഗീവ്സ്. ഇതിന്റെ അത്രയും തന്നെ എന്തായാലും ഇല്ല, കാരണം 2 മോളുണ്ട്. ഇത് 3 മോളുണ്ട്, ഇത് 2 മോളുണ്ട്. അപ്പൊ ഇത്രയും വരികയാണെങ്കിൽ ഇത്രയും വേണ്ട. കണ്ടോ? സെയിം ആണെങ്കിൽ ഇത്രയും വേണ്ട. സെയിം വേണ്ട, പകുതിനേക്കാൾ കുറച്ച് കൂടുതലാണ്. കണ്ടോ? ഓക്കെ, ക്ലിയർ? ദിസ് ഈസ് എന്താണ് അമോണിയ NH3. ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:1:2 ഇങ്ങനെയാണ് എന്റെ റേഷ്യോ വരുന്നത്. അപ്പൊ നമുക്ക് അവരുടെ പാർട്ടിക്കിൾസിന്റെ നമുക്കൊന്ന് എഴുതാം. ഇവിടെ സാറ് 6 എണ്ണം എഴുതുകയാണ്. 1, 2, 3, 4, 5, 6 6 ഇവിടെ നമുക്ക് 2 മതി. മനസ്സിലായി? 3 മതി. അപ്പൊ 6 2 മതിയല്ലോ. 1, 2 ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഒരു മോളിക്കൂൾ എന്ന് പറയുന്നത് ഒരു നൈട്രജനും 3 ഹൈഡ്രജനും ചേർന്നാണ്. അപ്പൊ ഇവിടുന്ന് ഒരു നൈട്രജൻ എടുത്തു. ഓക്കെ. ഹൈഡ്രജൻ 3 എടുക്കണം. ഇതും പിന്നെ ഇവിടെ നിന്ന് ഒരെണ്ണം കൊടുക്കും. 1, 2, 3. ഓക്കെ. വീണ്ടും അടുത്ത നൈട്രജൻ എടുത്തു. ഓക്കെ. 3 ഹൈഡ്രജൻ എടുക്കണം. ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ എടുത്തു, ഇതെടുത്തു, 3 1, 2, 3. ഓക്കെ. അടുത്ത നൈട്രജൻ എടുക്കാം. ഓക്കെ. ഇനി ഇവിടുന്ന് 3 ഹൈഡ്രജൻ എടുക്കാം. 1, 2, 3. 1, 2, 3. ഓക്കെ. അടുത്ത നൈട്രജൻ എടുക്കാം. ഇവിടുന്ന് 3 എന്താണ് ഹൈഡ്രജൻ എടുക്കണം. ഇവിടെ നമ്മൾ എടുത്താണ് 1, 2, 3. 1, 2, 3. അപ്പൊ ഇവിടെ നോക്കിയാൽ മക്കളെ, ഇവിടെ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? 6 പാർട്ടിക്കിൾ ഉണ്ട്. ഇവിടെ എത്ര പാർട്ടിക്കിൾ ഉണ്ട്? മോളിക്കൂളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മോളിക്കൂൾ എന്ന് പറഞ്ഞാൽ 2 എണ്ണം. അപ്പൊ മോളിക്കൂൾ, അങ്ങനെ 6 മോളിക്കൂൾസ്. ഓക്കെ. ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 2 മോളിക്യൂൾസ്. ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 1, 2, 3, 4 4 മോളിക്യൂൾസ്. അതായത് ഇവിടെ ഉള്ളതിന്റെ ഇരട്ടി ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോ മോളിക്യൂൾസിന്റെ എണ്ണം സെയിം ആണോ? അല്ല. വോളിയം സെയിം ആണോ? അല്ല. മനസ്സിലാവുന്നുണ്ടോ? വോളിയം സെയിം ആണെങ്കിൽ മോളിക്യൂൾസിന്റെ എണ്ണം സെയിം, മോളിക്യൂൾസിന്റെ എണ്ണം സെയിം ആണെങ്കിൽ വോളിയം സെയിം. അതാണ് അവഗാഡ്രോസ് ലോ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ 6 മോളിക്യൂൾസ് ഉള്ളപ്പോൾ വോളിയം കൂടുതലാണ്. ഇവിടെ 2 മോളിക്യൂൾസ് വോളിയം കുറച്ചേ ഉള്ളൂ. ഇവിടെ 4 മോളിക്യൂൾസ് പറയുമ്പോൾ ഇതിനേക്കാളും വലുതാണ്, പക്ഷെ ഇത്രയില്ല. അപ്പോ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പാർട്ടിക്കിൾസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ദാറ്റ് ഈസ് അവഗാഡ്രോസ്. അതാണ് അവഗാഡ്രോസ് ലോ. അപ്പൊ ഇനി നമുക്ക് അവഗാഡ്രോസ് ലോ സ്റ്റേറ്റ് ചെയ്യാലോ. സാർ അവഗാഡ്രോസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പോവുകയാണ്. സാർ ഇത്ര നേരം അതെ പറഞ്ഞു, പക്ഷെ നമ്മൾ എഴുതിയില്ലല്ലോ. അവഗാഡ്രോസ് ലോ എഴുതിയില്ലല്ലോ. അപ്പൊ അത് എഴുതണ്ടേ നമുക്ക്? യെസ്.
അപ്പൊ ലോ എന്താണ്? ലോ അങ്ങനെ തന്നെ കാണാപ്പാടം പഠിക്കണം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. Constant temperature and pressure. Okay. The volume of a gas is, the volume of a gas is directly proportional to the number of molecules. The number of എന്താണ് മോളിക്യൂൾസ്. ഇതാണ് അമീഡോ അവഗാഡോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1811 അദ്ദേഹം ഇത് സ്റ്റേറ്റ് ചെയ്തു. അദ്ദേഹത്തിനോട് നമ്മൾ സയന്റിസ്റ്റുകൾ പറഞ്ഞു ഉടപ്പാണ്, കാരണം കെമിസ്ട്രി എന്ന അത്രയും വലുതായിട്ടുണ്ടാവില്ല. പാവം മരിച്ച് 50 വർഷം 4854, അതായത് 50 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിത് അംഗീകരിക്കണം. പാവല്ലേ, കഷ്ടായിപ്പോയി. നമ്മൾ അംഗീകരിച്ചില്ല. അത് ശരിയല്ലാണ്. 50 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പറയണത് ഓ പുള്ളി പറഞ്ഞ ശരിയാണ്. എന്തൊരു കഷ്ടവും. ഈവൻ ഇപ്പൊ തന്നെ ഇത് നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല പിള്ളേർക്ക്. അപ്പൊ ഒരു നൂറ്റാണ്ട് മുന്നേ ഒരാൾ കണ്ടുപിടിച്ചിട്ട് 50 വർഷം അയാളുടെ കണ്ടുപിടുത്തത് ആരും അംഗീകരിക്കാതെ വിട്ടിട്ട് പിന്നീട് അംഗീകരിക്കാതെ മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ബഹുമാനാർത്ഥം ആ നമ്പർ അവഗാഡോ നമ്പർ എന്നാണ് നമ്മൾ പറയാം കേട്ടോ. യെസ്, അത് ഞാൻ ഇവിടെ പറഞ്ഞോളൂ. സോ ദിസ് ഈസ് അവഗാഡോസ് ലോ. വെരി ഈസി. എന്താണ് അവഗാഡോസ് ലോ? സേസ് ദാറ്റ് V directly proportional to number of particles, V equal to a constant K into number of particles. Number of particles ആയിരിക്കുന്നത് V by N is equal to constant K. V1 by N1 is equal to V2 by N2. This is the equation. Okay. And graph. ഗ്രാഫ് വരയ്ക്കുമ്പോൾ മക്കളെ ഇങ്ങനെ വരയ്ക്കുക. വോളിയം ഇവിടെ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇങ്ങനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയി. സോ ഇത്രയും കാര്യങ്ങളാണ് അവഗാഡോസ് ലോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിന്റെ തന്നെ മറ്റൊരു രൂപം എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളത് ഞാൻ ഇവിടെ എഴുതുന്നില്ല, ഇവിടെ എഴുതി വരും, നിങ്ങൾ വായിച്ചു നോക്കുക. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. സാർ ഒരുപാട് തവണ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ അർത്ഥം എന്താണ്. ഓക്കെ, ആ രീതിയിൽ ഇത് പറയാം. ഒരു മോൾ ഉണ്ടെങ്കിൽ അത് 22.4 ലിറ്റർ ഉണ്ടാകും അറ്റ് STP. പ്രത്യേകം പഠിക്കണം, STP. ഇനി SATP ഉണ്ട്, സ്റ്റാൻഡേർഡ് ആംബിയന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അത് 22.4 ലിറ്റർ അല്ല, 24.8 ലിറ്റർ ആണ്. നിങ്ങൾക്ക് പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, അത് വിട്ടേക്ക്. ഓക്കെ, STP പഠിച്ചു നോക്കാം. അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുമ്പോൾ 1 atmosphere പ്രഷർ ആൻഡ് 273 കെൽവിൻ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്കിനി എന്തിലേക്ക് പോകാം? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനിലേക്ക് പോകാം. അതിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് ഇനി അടുത്ത പഠിക്കാനുള്ള ന്യൂമറിക്കൽസ് വരുന്നത്. ക്ലിയർ? യെസ്. മക്കളെ അടുത്തതാണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ഇതോടുകൂടി ഈ പരിപാടി ഇവിടെ തീരും. ഗ്യാസസ് ലോ എല്ലാം തീരും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ന്യൂമറിക്കൽസ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മോൾസ് പഠിക്കും. ഓക്കെ, അപ്പോ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നിലവിൽ പഠിച്ചിട്ടുള്ള 3 ഗ്യാസ് ഇക്വേഷൻസ് ഉണ്ട്. അതിലൊന്ന് ബോയ്സ് ലോ. അതിന്റെ ഇക്വേഷൻ എന്താ? V directly proportional to 1/P അല്ലെങ്കിൽ V inversely proportional to P. This is equation number 1. ഇനി നമ്മൾ പഠിച്ച ചാൾസ് ലോ ഇക്വേഷൻ എന്താ? V directly proportional to temperature, equation number 2. ഇത് രണ്ടും കൂടി സാറ് ഇങ്ങനെ കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, അപ്പൊ അത് ഒരു തവണ എഴുതാം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സെയിം ആണ്, അത് ഒരു തവണ എഴുതാം. സെയിം അല്ലാത്തത് നമ്മൾ ഗുണിക്കണം. അപ്പൊ 1/P into T. ഓക്കെ, സോ V directly proportional to 1 into T divided by P. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞ ആള് ഇവിടെ ഈ ഒരു ഡയറക്റ്റ് സൈൻ കളഞ്ഞ് അവിടെ നമ്മൾ ഈക്വൽ ടു ആക്കണമെങ്കിൽ, V ഈക്വൽ ടു എന്ന് പറയണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ കുടിക്കണം. അപ്പൊ കോൺസ്റ്റന്റ് ഇൻറ്റു T/P എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്.
പാർട്ടിക്കിൾസിന്റെ എണ്ണം അനുസരിച്ച് കോൺസ്റ്റന്റിന്റെ വാല്യൂ മാറും. ഓക്കെ, കോൺസ്റ്റന്റ് എപ്പോഴും സെയിം ആയിരിക്കും, ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ക്ലിയർ? യെസ്. ഇനി സാർ ചെയ്യാൻ പോകുന്നത് ഈ പി ഇപ്പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പൊ എന്താവും നോക്കിയേ, ഇവിടെ ഏതാണ് പി ഇൻറ്റു വി, പി വി ഈക്വൽ ടു, ഇവിടെ n ആദ്യം എഴുതുന്നു. ഓക്കെ, കോൺസ്റ്റന്റ് ഞാൻ പേരിടുന്നു ആർ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയും ആർ. ടി അവിടെ തന്നെ നിർത്തുന്നു, ടി. ആക്ച്വലി ദിസ് ഈസ് ദ ഇക്വേഷൻ പി വി is equal to nRT. ഇറ്റ് ഈസ് എ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. പി വി is equal to nRT. ഇനി പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക, ഇപ്പൊ നമ്മൾ അവഗാഡ്സ് ലോയിലോട്ട് കൊണ്ടുവന്നില്ലേ, അവഗാഡ്സ് ലോ, വോളിയം ഡയറക്റ്റ് പ്രൊപ്പോർഷൻ, അവഗാഡ്സ് ലോ, മൂന്ന് ലോയും കമ്പൈൻഡ് ആയി. പി വി ഈക്വൽ ടു nRT-യില് ഈ n ഈക്വൽ ടു 1 മോൾ, എന്നിന്റെ വില 1 മോൾ ആണ്. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 1 ആണെങ്കിൽ ഇവിടെ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് പിന്നെ വാല്യൂ ഇല്ല. 1 ഇൻറ്റു RT എന്ന് പറഞ്ഞാൽ RT തന്നെ. സോ പി വി ഈക്വൽ ടു RT. ഓക്കെ, ദെൻ ഈ ടി സാർ ഇപ്പുറത്തേക്ക് എടുത്താൽ പി വി ബൈ ടി ഈക്വൽ ടു ആർ. ദിസ് ഈസ് ദ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. പി വി ബൈ ടി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ദിസ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഇതേപോലെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു കണ്ടീഷൻ, സപ്പോസ് ഒരു ഗ്യാസ് ഉണ്ടായിരുന്നു, അതിന്റെ പ്രഷർ ഇതായിരുന്നു, വോളിയം ഇത്രയായിരുന്നു, ടെമ്പറേച്ചർ ഇത്രയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായോ, അതിന്റെ എന്താണ് പ്രഷർ ഇത്രയായി, വോളിയം ഇത്രയായി, അപ്പൊ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ ഇവിടേക്ക് മൂന്ന് വാല്യൂസ് വരും, P1, V1, T1. ഇനിഷ്യൽ ആയിട്ടുള്ള പ്രഷർ, ഇനിഷ്യൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ, ഇനിഷ്യൽ ആയിട്ടുള്ള വോളിയം. അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി മാറി, പ്രഷർ മാറി, വോളിയം മാറി, ടെമ്പറേച്ചർ മാറി. എങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും മൂന്നെണ്ണം ഒരെണ്ണം കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. അപ്പൊ ഏത് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, എങ്ങനെ അപ്ലൈ ചെയ്യണം? ഇവിടെ എല്ലാം 1 1 എന്ന് കൊടുക്കാം. അതായത് P1 V1 ബൈ T1, P1 V1 ബൈ T1 ഈക്വൽ ടു സെക്കൻഡ് ഫൈനൽ സ്റ്റേജിൽ P2 V2 ബൈ T2. ദിസ് ഈസ് ദ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. എന്താണ് പഠിച്ചു വെക്കേണ്ടത്? P1 V1 ബൈ T1 is equal to P2 V2 ബൈ T2. ക്ലിയർ? ഇനി വേറൊരു രീതിയിൽ ഇത് ഡിറൈവ് ചെയ്തതാണ് സാറിന് പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പൊ എന്റെ ഒരു ഗ്യാസ് ഉണ്ടായി, അതിന്റെ പ്രഷർ P1, അതിന്റെ വോളിയം V1, അതിന്റെ ടെമ്പറേച്ചർ T1. ഇതാണ് ഇനിഷ്യൽ സ്റ്റേജ്. ക്ലിയർ? ഇനി ഞാൻ അപ്ലൈ ബോയ്സ് ലോ അപ്ലൈ ചെയ്യണം. ബോയ്സ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം, ടെമ്പറേച്ചർ വ്യത്യാസം പറയാം. ഓക്കെ, ബോയ്സ് ലോ പറയുന്നത് P1 V1 ഈക്വൽ ടു P2 V2 എന്നാണ്. പ്രഷറും വോളിയം തമ്മിൽ വ്യത്യാസവും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അപ്പോ ഇവിടെ ഇതിന്റെ പ്രഷർ P1 ഉണ്ടായി, അത് കറക്റ്റ്. ഓക്കെ, അത് കുറച്ച് കഴിഞ്ഞപ്പോ കൂട്ടി അല്ലെങ്കിൽ കുറച്ച് P2 ആയി മാറി. ഇപ്പൊ പ്രഷർ P1 എന്നുള്ളത് എന്തായിട്ട് മാറി? P2 ആയിട്ട് മാറി. ഓക്കെ, അപ്പോ P1 ചേഞ്ച് ടു P2. ക്ലിയർ? സ്വാഭാവികമായിട്ടും വോളിയം V1 ചേഞ്ച് ടു, ഇവിടെ ഞാൻ V2 എന്നാണ് എഴുതിയേക്കണം, ഞാൻ V എഴുതുകയാണ്. V ഒരു വോളിയമായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്താണ്? P1 V1 അത് വ്യത്യാസമില്ല ഈക്വൽ ടു P2 V. ക്ലിയർ? ഞാനത് V മാത്രം നിർത്താം, P2 ഇപ്പുറത്തേക്ക് എടുക്കും. അപ്പോ V ഈക്വൽ ടു P1 V1 ഡിവൈഡഡ് ബൈ എന്താണ്? P2. ഇക്വേഷൻ നമ്പർ 1 ബോയ്സ് ലോ അപ്ലൈ ചെയ്തത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇത്രയും ചെയ്തിട്ടുള്ളൂ. ടെമ്പറേച്ചർ ആയിട്ടുള്ള T1 മാറ്റം വരുത്താതെ അവിടെ തന്നെ നിർത്തി. ടെമ്പറേച്ചർ T1 അങ്ങനെ തന്നെ നിർത്തി, മാറ്റം വരുത്തിയിട്ടില്ല. ക്ലിയർ ആണല്ലോ? യെസ്. എന്നിട്ട് ബോയ്സ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ മാറ്റം വരുന്നത് പ്രഷറിലാണ്. അപ്പൊ P1 എന്നുള്ളത് P2 ആയിട്ട് മാറി. അപ്പൊ P1 എന്തായിട്ട് മാറി? P2 ആയിട്ട് മാറി. വോളിയം വ്യത്യാസം വന്നു V1 എന്നുള്ളത് V2 ആയിട്ട് മാറണം. V2 പകരം സാർ ഇവിടെ കൊടുക്കുന്നത് V എന്ന അക്ഷരമാണ്.
ഒരു വോളിയം. ഓക്കെ, V2 പകരം സാർ എന്ത് കൊടുത്തു? V എന്ന് കൊടുത്തു. ആ V കണ്ടുപിടിക്കാൻ വേണ്ടി V അവിടെ നിർത്തി P2 ഇപ്പുറത്തേക്ക് എടുത്തു. സോ P1 V1 by P2 is equal to V, ഇക്വേഷൻ നമ്പർ 1. ഇപ്പൊ ഉള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ, അതായത് നിങ്ങൾ ബോയ്സിലും അപ്ലൈ ചെയ്തപ്പോ ഇപ്പൊ ഇരിക്കുന്ന കണ്ടീഷൻ പറയണം കേട്ടോ. ഇപ്പൊ എന്താ സിറ്റുവേഷൻ? ഇപ്പോഴത്തെ പ്രഷർ എന്ന് പറഞ്ഞത് P2 ആണ്. പ്രഷർ മാറിയില്ലേ? P1 ഇപ്പൊ എന്തായി? P2 ആയി. നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പൊ ഇത് ബലൂൺ ആയിരുന്നു, നിങ്ങൾ പ്രഷർ കൂട്ടി ചേഞ്ച് ചെയ്തപ്പോ വോളിയത്തിൽ വ്യത്യാസം വന്നു. ഇപ്പൊ നിങ്ങളിലുള്ള പ്രഷർ P2 ആണ്. P2. ഇപ്പൊ നിങ്ങളുടെ വോളിയം എന്താണ്? വോളിയം ഇപ്പൊ നിങ്ങളുടെ വോളിയം എന്ന് പറയുന്നത് V ആണ്. കണ്ടോ? V, ഫൈനൽ വോളിയം V ആണ്. V1 അല്ല, V1 നിങ്ങൾ എന്താക്കി മാറ്റി? V ആക്കി മാറ്റി. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ടെമ്പറേച്ചർ എത്രയാണ്? ടെമ്പറേച്ചർ നിങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ലല്ലോ. അപ്പൊ ടെമ്പറേച്ചർ T1 തന്നെയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി അപ്ലൈ ചാൾസ് ലോ. അപ്ലൈ ചാൾസ് ലോ. ഓക്കെ, ക്ലിയർ. ഇപ്പൊ ചാൾസ് ലോ സ്റ്റേറ്റ് എന്താണ്? പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം. P2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസം പെടുത്താൻ പറ്റില്ല. ചാൾസ് ലോ അനുസരിച്ചിട്ട് എന്താണ്? V1 by T1 equal to V2 by T2. ഇതാണ് ചാൾസ് ലോ. അപ്പൊ നോക്കൂ, വോളിയം 1, ഇനിഷ്യൽ വോളിയം അത് V അല്ലേ? അപ്പൊ V1 പകരം നിങ്ങൾ എന്ത് കൊടുക്കണം? V by ഇനിഷ്യൽ ടെമ്പറേച്ചർ അത് T1 അല്ലേ? അത് കറക്റ്റ്. ഈക്വൽ ടു ഫൈനൽ വോളിയം അത് V2 തന്നെ കൊടുത്തു. ഫൈനൽ വോളിയം V2, അതായത് V നമ്മൾ ചേഞ്ച് ആക്കി V2 ആയി മാറും. T1 ചേഞ്ച് ആയി T2 ആയിട്ട് മാറും. ഇതിന് നോ ചേഞ്ച്. കാരണം ചാൾസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ പ്രഷറിന് നോ ചേഞ്ച്. അപ്പൊ ടെമ്പറേച്ചർ എന്തായിട്ട് മാറി മക്കളെ? T2 തന്നെ. കിട്ടിയ ഒന്നുകൂടി സാർ പറയാം. ആദ്യം ചാൾസ് ലോന്റെ ഇക്വേഷൻ എഴുതി. നമ്മുടെ ഇനിഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയ വോളിയമാണ്. ഇവിടെ നിന്നാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ കിട്ടിയ വോളിയം V ആയതുകൊണ്ട് V1 പകരം V എന്ന് കൊടുക്കുക. ആ V കുറച്ച് കഴിഞ്ഞപ്പോൾ ചാൾസ് ലോ അപ്ലൈ ചെയ്തപ്പോൾ V2 ആയിട്ട് മാറി. ടെമ്പറേച്ചർ നമ്മൾ T1 തന്നെ കൊടുക്കും, കാരണം ഇവിടെ ടെമ്പറേച്ചർ മറ്റു വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ടെമ്പറേച്ചർ T1 തന്നെ, ഇനിഷ്യൽ ടെമ്പറേച്ചർ. പിന്നീട് അത് എന്തായിട്ട് മാറി? T2 ആയിട്ട് മാറി. അപ്പൊ ഇവിടെയും ഒരു V ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്ത പോലെ ഇവിടെ ഒരു V ഉണ്ട്. V ഇവിടെ നിർത്തുക, ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. സോ V ഈക്വൽ ടു V2 ഇൻറ്റു ഇത് അപ്പുറത്തേക്ക് ഹരിച്ച ആൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണനാവും T1 ഡിവൈഡ് ബൈ T2, ഇക്വേഷൻ നമ്പർ 2. അപ്പൊ ഈ ഒരു ഇക്വേഷനും ഈ ഒരു ഇക്വേഷനും ഒന്ന് കമ്പയർ ചെയ്യാം. ഈ രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് സൈഡ് V ആണ്. അപ്പൊ ഒരു മാത്തമാറ്റിക്സിൽ ഒരു ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് സെയിം ആണെങ്കിൽ റൈറ്റ് സൈഡും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് അതൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കും മക്കളെ, ലെഫ്റ്റ് സൈഡ് B, ഇവിടെ ലെഫ്റ്റ് സൈഡ് B. അപ്പൊ ലെഫ്റ്റ് സൈഡ് സെയിം ആയതുകൊണ്ട് റൈറ്റ് സൈഡ് സെയിം ആയിരിക്കും. റൈറ്റ് സൈഡ് ഇവിടെ വരുന്നത് P1 V1 ബൈ എന്താണ്? P2 ഈക്വൽ ടു ഇവിടെ വരുന്നത് V2 T1 ഡിവൈഡഡ് ബൈ T2. ഓക്കെ, ഞാൻ ചെയ്യാൻ പോണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഈ P2 ഞാൻ ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, P2 അങ്ങോട്ട് എടുക്കുക. അപ്പൊ എന്താവും? P1 V1 ഈക്വൽ ടു P2 V2 T1 ബൈ T2. കണ്ടോ? അതായത് ഇവിടുന്ന് ഹരിച്ചേക്കുന്ന അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഗുണനാവുമല്ലോ. അതേപോലെ ഈ T1 ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കും. അവിടെ ഗുണിച്ചേക്കുന്ന അപ്പുറത്തേക്ക് ഹാരം ഉണ്ടാവും. അപ്പൊ P1 V1 ബൈ താഴേക്ക് വന്ന T1 ഈക്വൽ ടു ബാക്കി ഇവിടെ ഉള്ളത് P2 V2 ബൈ T2. ഇത് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. ആദ്യം സാർ പറഞ്ഞ മെത്തേഡിൽ തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി, പഠിച്ചു വെച്ചാൽ മതി. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ക്ലിയർ? അപ്പൊ ടുഡേ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? അവഗാഡ്രോസ് ലോ എന്താണ്, അവഗാഡ്രോസിലെ രണ്ട് രൂപങ്ങൾ, അതിന്റെ ഇക്വേഷൻസ്, അതുപോലെ തന്നെ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻസ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈവ് വരുമ്പോൾ നമുക്ക് ഫ്രീ വീഡിയോസ് കാണാൻ സാധിക്കും. ഈ വീഡിയോ എന്തായാലും ഫ്രീ ആണ്, എല്ലാവർക്കും പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് മെമ്പർഷിപ്പ് എടുത്താലേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് എടുക്കുക. കെമിസ്ട്രി, മാത്സിന്റെ വീഡിയോസ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് മെമ്പർഷിപ്പിലുള്ള സ്പെഷ്യൽ വീഡിയോസ് എല്ലാ ചാപ്റ്റേഴ്സും കണ്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.